ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഫസ്റ്റ് കറക്റ്റായിട്ട് വളയാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരേ അളവിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഉള്ളിലോട്ട് മടക്കുന്ന പീസും ഒരേ അളവിലായിരിക്കണം. പിന്നെ ഇതുപോലെ മേലെ ഫോൾഡ് ചെയ്ത് കാണുന്ന പീസും ഒരേ അളവിലായിരിക്കണം. പിന്നെ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന പീസ് വലിക്കരുത്. ഫോൾഡ് ചെയ്ത പീസ് മാത്രം വലിക്കാതെ ഇതുപോലെ ലൂസാക്കി തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും സ്പീഡൊന്നും വേണ്ട. സ്ലിറ്റൊക്കെ തയ്ക്കുമ്പോൾ ഒരു പതുക്കെ തയ്ച്ചെടുത്താൽ മതിയോ. എന്നിട്ട് ഹിപ്പിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ സൂചി അടിയിലോട്ട് കുത്തി നിർത്തിയിട്ട് നമ്മുടെ പല്ല് മാത്രം ഇതുപോലെ പൊന്തിച്ച് ടോപ്പ് മാത്രമാണ് ഇങ്ങനെ തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തൊരു സ്ക്വയർ പോലെ വരും. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വലിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരേ അളവിലായിരിക്കണം. നമ്മൾ ഉള്ളിലോട്ട് മടക്കുന്ന പീസും പുറത്തോട്ട് കാണുന്ന പീസും ഒരേ അളവിലായിരിക്കണം. എങ്കിലേ നമ്മുടെ സ്ലിറ്റൊന്നും പിരിഞ്ഞൊന്നും നിൽക്കാതെ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഫിനിഷിങ്ങോട് കൂടി സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്ത് മെയിൽ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ആ മെയിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പതുക്കെ മെയിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോഴും സ്പീഡ് കുറയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തെന്നി പോകും. പിന്നെ നമ്മുടെ സ്ലിറ്റൊക്കെ വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്ലിറ്റൊക്കെ പുറത്ത് കാണുന്ന ഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വളയാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സ്ലിറ്റൊക്കെ തയ്ച്ച് ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ വേറെ സൈഡും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുപോലെയാണ് ഹിപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്ക്വയർ ആയിട്ടും വരണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.